അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നാളെ നടക്കാനിരിക്കുന്ന ലിസാനിൻ്റെ ഒരു മോഡൽ പേപ്പറാണ്. സിലബസ് മാറിയത് കൊണ്ട് കൂടുതലായൊന്നും പേപ്പറുകളൊന്നും ലഭ്യമല്ല. അപ്പോൾ നമുക്കൊരു മോഡൽ പേപ്പർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അതിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു പോകാം. ഇവിടെ ആദ്യത്തെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയും. നുമയ്യിസുൽ ഇസ്മ വൽ ഫിഅല വൽ ഹറഫ മിനൽ ഫഖറത്തി. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വരിയിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ വേർതിരിക്കണം. ഇസ്മ, ഫിഅല്, ഹറഫ്. സംഭവം സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഒന്ന്, ദഅ എന്നുള്ളത് അത് ഇസ്മാണോ ഫിഅലാണോ ഹറഫാണോ? അത് നമുക്ക് ഫിഅലിലാണ് ഉൾപ്പെടുത്തുക. ഫിഅലിലേക്ക് വരച്ചു കൊടുക്കുക. എടുത്ത് എഴുതാൻ വേണ്ട കേട്ടോ. റസൂലുള്ളാഹി, റസൂലുൻ എന്നതാണെങ്കിലും അള്ളാഹി എന്നതാണെങ്കിലും രണ്ടും ഇസ്മാണ്. ഇനി നാസ് പറഞ്ഞാലും ഇസ്മാണ്. പിന്നെ ഇല അതേതാണ്? ഹറഫാണ്. പിന്നെ ഇസ്ലാം അതും ഇസ്മാണ്. ഫി എന്നത് ഹറഫാണ്. പിന്നെ മക്ക, മക്ക എന്നുള്ളതും പേരല്ലേ, അപ്പോൾ അതും ഇസ്മാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഫില്ലായി. ഇനി അടുത്ത പ്രവർത്തനമാണ് നക്തുബുൽ മുഫ്രദ. ഇതിൻ്റെ മുഫ്രദ് എഴുതാൻ ഇവിടെ ജം ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ജംഇൻ്റെ മുഫ്രദ് എഴുതി കൊടുക്കണം. ഖുലഫാഉൻ, പ്രതിനിധികൾ. അതിൻ്റെ മുഫ്രദാണ് ഖലീഫ, പ്രതിനിധി. 2 അത്ഫാലുൻ, കുട്ടികൾ. അതിൻ്റെ മുഫ്രദാണ്, ഏകവചനാണ് തുഫ്ലുൻ, കുട്ടി. 3ാമത്തെ പ്രവർത്തനം അക്മിലിൽ ഹിവാറ ബിൽ കലിമാത്തിൽ മുനാസിബത്തി. യോജിച്ച കലിമത്ത് കൊണ്ട് ഹിവാർ എന്ത് ചെയ്യണം? ഈ സംഭാഷണം ഒന്ന് പൂർത്തിയാക്കണം. 1, അൽ മുഅല്ലിം, മുഅല്ലിം പറയുന്നുണ്ട് ഡാഷ് ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത. അതിന് യോജിച്ച ഏതാണ്? മാ എന്നതാണ്. മാ ഹുവൽ ഇസ്മുൽ കാമിലു ലി സമസ്ത. സമസ്തയുടെ പൂർണ്ണമായ പേരെന്താണ്? ഹാമിദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ. 2, അൽ മുഅല്ലിം, അധ്യാപകൻ വീണ്ടും ചോദിക്കുകയാണ് ഡാഷ് നുതർജിമു ഹാദൽ ഇസ്മ ലിൽ അറബിയ്യത്തി കൈഫ നുതർജിമു. എങ്ങനെയാണ് തർജിം ചെയ്യുക, വിവർത്തനം ചെയ്യുക? ഈ പേര് അറബിയിലേക്ക് എങ്ങനെയാണ് വിവർത്തനം ചെയ്യുക? ഷാനിബ പറഞ്ഞു ജംഇയ്യത്തുൽ ഉലമാഇ ലി ഉലൂമി കേരള. ഇനി അടുത്ത പ്രവർത്തനം നുമയ്യിസുൽ ജുമലത്തുൽ ഫിഅലിയ്യത മിനൽ ആതിയത്തി. താഴെ കൊടുത്തതിൽ നിന്ന് ജുംലത്തുൽ ഫിഅലിയ്യ തിരഞ്ഞെടുക്കാനാണ്. ചിലപ്പോൾ ഈ പ്രവർത്തനം ജുംലത്തുൽ ഇസ്മിയും ജുംലത്തുൽ ഫിഅലിയും വേർതിരിക്കാവുന്ന പ്രവർത്തനങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ജുംലത്തുൽ ഇസ്മിയും ജുംലത്തുൽ ഫിഅലിയും വേർതിരിക്കുന്ന ആ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. തുടക്കത്തിൽ ഇസ്മാണ് വരുന്നതെങ്കിൽ ജുംലത്തുൽ ഇസ്മിയ. ഇനി ഒരു വാക്കിൻ്റെ തുടക്കത്തിൽ ഫിഅല വരുന്നതെങ്കിൽ അത് ജുംലത്തുൽ ഫിഅലിയ. 1, ഖറജത്ത് തിഫ്ലു ഇലൽ ബഗ്ദാദ. ബഗ്ദാദിലേക്ക് ഒരു കുട്ടി എന്ത് ചെയ്തു? പുറപ്പെട്ടു എന്നത് ഫിഅലാണോ? അതെ, ഫിഅലിൽ പെട്ടതാണ്. ഖറജ എന്നുള്ളത് ഫിഅലാണ്, തുടക്കത്തിൽ ഫിഅലല്ലേ. 2, മഈ 40 ദീനാറൻ. എൻ്റെ അടുത്ത് 40 ദീനാറുണ്ട്. അത് ജുംലത്തുൽ ഫിഅലിൽ പെട്ടതല്ല. അടുത്തത് സാഫറ തിഫ്ലു മഅൽ കാഫില. കച്ചവട സംഘത്തോടു കൂടെ കുട്ടി യാത്ര ചെയ്തു. അത് ഫിഅലിലാണ് ഉൾപ്പെടുക കേട്ടോ, ജുംലത്തുൽ ഫിഅലിയ. റഈസഹൽ അവൽ, ആദ്യ പ്രസിഡൻറ്റ്.
അത് ഇസ്മി ആയതുകൊണ്ട് അത് ഇതിൽ എഴുതണ്ട. അടുത്തത് അഖദൽ ഖാഫിലത ജമാഅത്തുൻ മിനൽ ലുസൂസി. അതിൽ തുടക്കത്തിൽ കാണാം അഖദ, കണ്ടില്ലേ, അത് ഫെയിലാണ്, ഫെയിലിൽ എഴുതണം. ഇനി അടുത്തത് ഫി കാലിക്കൂത്ത്, അത് ഫെയിലിയല്ല ഇസ്മിയല്ല. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. നംല ഉൽ ഫറാഗ ബി കലിമാത്തി അൽ മുനാസിബത്തി. യോജിച്ച കലിമത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഡാഷ് തിഫുലു ലൽ ബഅദാദ. ഏതാണ്? ഖറജ. ഖറജ തിഫുലു ഇലൽ ബഅദാദ. ബഅദാദിലേക്കൊരു കുട്ടി യാത്ര പോയി, പുറപ്പെട്ടു. പിന്നെ ഡാഷ് അൽ ഇൽമ. ഏതാണ്? യത്തുലബുൽ ഇൽമ. ഇൽമ തേടിക്കൊണ്ട്, അറിവ് പഠിക്കാനായിട്ട്. ഡാഷ് ഉമ്മുഹു. അവിടെ അഴുത്താഹു ഉമ്മുഹു എന്നാണ് കൊടുക്കേണ്ടത്. അഴുത്തത്തുഹു കേട്ടോ, അഴുത്തത്തുഹു. ഉമ്മുഹു. അർബഈന എന്താ കൊടുത്തത്? ദീനാർ, 40 ദീനാറ്. എന്നിട്ട് വക്കാലത്ത്, ഉമ്മ പറഞ്ഞു, ലഹു, മോനോട് പറഞ്ഞു, ഡാഷ് ഉസ്തുഖ് വലാ തക്ദിബ് അബദൻ. നീ എന്ത് ചെയ്യുക? സത്യം പറയുക, നീ എന്ത് ചെയ്യരുത്? ഒരിക്കലും കളവ് പറയരുത്. ഇനി അടുത്ത പ്രവർത്തനം നക്തുബുൽ ജംഅ. ഇവിടെ മുഫ്രദ് തന്നിട്ടുണ്ട്, അതിൻ്റെ ജം എഴുതി കൊടുക്കുക, ബഹുവചനം. ലിസ്സുൻ, അതിൻ്റെ ലുസൂസുൻ. 2 ദീനാറുൻ, അതിൻ്റെ ദനാനീർ എന്നാണ്, ദനാനീർ. ഇനി അടുത്ത പ്രവർത്തനം അജ്ബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി. താഴെ തന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എടുത്തെഴുതല്ല, ഉണ്ടാക്കി എഴുതണം. മൻ ഹുവ അവ്വലു മൻ ആമന ബിൽ മിനൽ അത്ഫാലി. കുട്ടികളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം സ്വീകരിച്ചത് ആരാണ്? അത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. 2 മൻ ഹിയ ഉമ്മു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ആരാണ്? ഉമ്മാൻ്റെ പേര് ഫാത്തിമത്തു ബിൻത്ത് അസദ്. 3 മത ഉസ്സിസത്ത് ജംഇയ്യത്തു സമസ്ത. സമസ്ത സംഘടന സ്ഥാപിതമായത് എപ്പോഴാണ്? അതിൻ്റെ ഉത്തരം ഫി സനത്തി 1926. ഇനി അടുത്ത ചോദ്യം 4 മൻ ഹിയ സൗജത്തു അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ റളിയല്ലാഹു അൻഹ. 5 മാ ഹുവ ഇസ്മു അൽ കാമിലു ലി സമസ്ത. സമസ്തയുടെ പരിപൂർണമായ പേരെന്താണ്? അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നതാണ്. ഇനി അടുത്ത പ്രവർത്തനമാണ് ഇഖ്തറിൽ ജവാബ് സഹീഹ. ശരിയായ ഉത്തരം ഇങ്ങോട്ടെടുത്ത് എഴുതണം. 1 മഖറു സമസ്ത ഫി ഡാഷ്. എവിടെയാണ് ആസ്ഥാനം സമസ്തയുടെ? കാലിക്കൂത്ത എന്നുണ്ട്, കേരള എന്നുണ്ട്, മലബാർ എന്നുണ്ട്. ശരിയായത് കാലിക്കൂത്താണ് കേട്ടോ, കോഴിക്കോട്. 2 അദദു അഅ്ളാഇ മജ്ലിസിൽ മുഷാവറത്തി ഡാഷ്. മുഷാവറ അംഗത്തിൽ എത്ര പേരുണ്ടാകുന്നു? അതിൽ സലാസുൻ കൊടുത്തിട്ടുണ്ട്, 30, 40, 40, 50, 50. ശരിയായത് 40 പേരാണ്. 4 ഡാഷ് അൽ ഔലാദു ഇലൽ മദ്രസത്തി. അവിടെ ഖറജ എന്നാണോ, അൽ കിതാബ എന്നാണോ, അത്തിഫുലു എന്നാണ്? ഖറജൽ ഔലാദു അല്ലേ, ഖറജയാണ്. ഇനി 4 അൽ ബിന്തു ഡാഷ്.
സഗീറുൻ എന്നാണോ ജാലിസത്തുൻ എന്നാണോ ലദീദുൻ എന്നാണോ? ശരിയായത് ജാലിസത്തുൻ എന്നാണ്. കാരണം ഇവിടെ മുഅന്നസാണ്, അതായത് സ്ത്രീയാണ്. സ്ത്രീ ആവുമ്പോൾ താ വരും അവസാനത്തിൽ. ഇനി 5 ദഹബൽ ഔലാദു ഡാഷ് അൽ മൈദാനി. അവിടെ ഏതാണ്? ഫാത്തിമത്ത എന്നാണോ ഇല എന്നാണോ ഫതഹ എന്നാണോ? ശരിയായത് ഇല എന്നാണ്. ദഹബൽ ഔലാദു കുട്ടികൾ പോയി, ഇലൽ മൈദാനി മൈതാനത്തിലേക്ക്, കളിസ്ഥലത്തേക്ക്. ഇനി അടുത്ത പ്രവർത്തനം ഉക്തുബുൽ മാന, അർത്ഥം എഴുതണം. മുസാബഖത്തുൻ മത്സരം. 2 സാഫറത്തിഫുലു മഅ ഖാഫില, കച്ചവട സംഘത്തോടുകൂടെ കുട്ടി യാത്ര പോയി. 10ാമത്തെ പ്രവർത്തനം നുകമ്മിലു ബിമാ ഫിൽ ഖൗസൈൻ, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തു പൂർത്തിയാക്കാനാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്റിൻ. 2 തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ. ഇനി അവസാനത്തെ പ്രവർത്തനം നുഅരിബ്, അറബിയാക്കാൻ. ദേഷ്യം പിടിച്ചു, അതിൻ്റെ അറബി നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കും അറിയാമെന്ന് നോക്കട്ടെ. 2 പിതൃവ്യൻ എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ, തെറ്റിപ്പോയതാണ്. പിതൃവ്യൻ അതിന് നമ്മൾ അറബിയിൽ അമ്മുൻ എന്നാണ് പറയാറ്. ഇതോടുകൂടെ ചോദ്യോത്തരങ്ങൾക്ക് അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.